നയൻതാരയുടെ വ്യക്തിജീവിതം എപ്പോഴും സിനിമാ ലോകത്ത് ചർച്ചയാകാറുള്ളതാണ്. പ്രഭുദേവയുമായുള്ള പ്രണയബന്ധവും ബ്രേക്കപ്പും വലിയ വിവാദങ്ങളായിരുന്നു. തന്റെ കരിയർ വേണ്ടെന്ന് വെച്ച് പ്രഭുദേവയ്ക്കൊപ്പമുള്ള വിവാഹ ജീവിതം നയിക്കാൻ അതിയായി ആഗ്രഹിച്ചതാണ് നയൻതാര. പ്രഭുദേവയുടെ നിബന്ധനകളെല്ലാം നയൻതാര സമ്മതിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം നടി മതം മാറിയതുപോലും ഇതിനാണെന്നാണ് കരുതപ്പെടുന്നത്. കരിയറിലെ പീക്കിൽ നിൽക്കുമ്പോഴാണ് സിനിമാ രംഗം വിടണമെന്ന ആവശ്യം പ്രഭുദേവ ഉന്നയിച്ചത്. ഇതിനും നയൻതാര തയ്യാറായിരുന്നു. എന്നാൽ താൻ ആഗ്രഹിച്ചതുപോലൊരു ജീവിതമല്ല മുന്നിൽ കാത്തിരിക്കുന്നതെന്ന് വളരെ പെട്ടെന്ന് തന്നെ നയൻതാര തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും പ്രഭുദേവയുടെ മുൻ ഭാര്യയുടെ ആരോപണങ്ങൾ കാരണം നയൻതാരയുടെ പ്രതിച്ഛായ മോശമായിരുന്നു. ബന്ധം പിരിഞ്ഞ ശേഷം മാനസികമായി തകർന്ന നടി സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നു. പൂർവാധികം ശക്തിയോടെ സിനിമാ ലോകത്തേക്ക് തിരിച്ചെത്തി. പിന്നീടാണ് നടിയുടെ ജീവിതത്തിലേക്ക് സംവിധായകൻ വിഘ്നേഷ് ശിവൻ കടന്നുവരുന്നത്. താൻ ആഗ്രഹിച്ചതുപോലൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയ നയൻതാര വിഘ്നേഷിനോട് ഇഷ്ടം തുറന്നു പറയുകയായിരുന്നു. ഇത്രയും വലിയൊരു താരത്തിന്റെ ജീവിത പങ്കാളിയാവുക എന്നത് വിഘ്നേഷിന് സ്വപ്നം പോലും കണ്ടിരിക്കാൻ ആകുന്നതായിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിഘ്നേഷും ഇഷ്ടം തുറന്നു പറഞ്ഞു. ഇങ്ങനെ ഇരുവരും ഒരുമിച്ച് ജീവിതം തുടങ്ങി. എന്നാൽ ഇപ്പോൾ വിഘ്നേഷിന്റെ സ്വഭാവ രീതികളെക്കുറിച്ച് റെഡ്ഡിറ്റിൽ വന്നിരിക്കുന്ന പോസ്റ്റാണ് ചർച്ചാ വിഷയം ആയിരിക്കുന്നത്. തന്റെ LIK എന്ന സിനിമ പരാജയപ്പെട്ട് വിഘ്നേഷിന് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ലെന്നും ഇതിന് റിവ്യൂവേഴ്സിനെ കുറ്റപ്പെടുത്തുകയാണെന്നും വിമർശനങ്ങൾ വരുന്നുണ്ട്. താൻ ഉദ്ദേശിച്ച വിജയം സിനിമയ്ക്ക് ഉണ്ടായില്ല. അത് ഉൾക്കൊള്ളുവാൻ വിഘ്നേഷിന് സാധിക്കുന്നില്ല. നിരന്തരം മറ്റുള്ളവരെ പഴിചാരുകയാണ്. ഇത് ബാലിശമായി തോന്നുന്നുണ്ട്. നയൻതാരയെ പോലെ വലിയ നേട്ടമുള്ള ഒരാൾ ഇങ്ങനെ വിഘ്നേഷിനെ പോലെയുള്ള ഒരാളെ തിരഞ്ഞെടുത്തു എന്നാണ് റെഡ്ഡിറ്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. വിഘ്നേഷിൽ നയൻതാരയ്ക്ക് ഇഷ്ടപ്പെട്ട മറ്റ് സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകാം. എന്നാൽ ഇങ്ങനെയുള്ള പരാതിക്കാരനെ ബഹുമാനിക്കാനാകുമോ എന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. നയൻതാരയ്ക്ക് വിഘ്നേഷിനോടുള്ള ബഹുമാനം പോകില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു. നിരവധി പേർ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നയൻതാരയുടെ തെരഞ്ഞെടുപ്പിൽ തെറ്റ് പറ്റിയിട്ടില്ലെന്നും പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തിജീവിതത്തെ ബാധിക്കുന്നില്ലെന്നും നിരവധി പേർ അഭിപ്രായപ്പെടുന്നുമുണ്ട്.